ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും ദേവസ്വം ബോർഡ് നടപടി. അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് സസ്പെൻഷൻ. പാലക്കാട് നെന്മാറയിൽ സജിതയെ വെട്ടിക്കൊന്ന കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. കല്ലേടിക്കോടിൽ 2 യുവാക്കൾ വെടിയേറ്റ് മരിച്ച നിലയിൽ. നമസ്കാരം, ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ പാലിയേക്കരയിലെ ടോൾ പിരിവ് വിലക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് തുടരും. ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിൽ വെള്ളിയാഴ്ച ഉത്തരവിറക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ദേശീയപാത അതോറിറ്റിയുടെ ഹർജി പരിഗണിച്ചപ്പോൾ ജില്ലാ കളക്ടറോട് നിലവിലെ റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് കോടതി വിവരം തേടി. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഓൺലൈനായി ഹാജരായ തൃശൂർ കളക്ടറോട് ചോദ്യങ്ങൾ ഉന്നയിച്ചു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്നു മുതൽ 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 10 ജില്ലകളിലാണ് മഴ സാധ്യത. ഇതിൽ 2 ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ മഞ്ഞ അലർട്ടും കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ അടുത്ത 3 മണിക്കൂർ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും ദേവസ്വം ബോർഡ് നടപടി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനായ സുനിൽ കുമാറിനെ സസ്പെൻഡ് ചെയ്തു. ശബരിമലയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് നിലവിൽ സുനിൽ കുമാർ. 2 ഉദ്യോഗസ്ഥർ മാത്രമാണ് നിലവിൽ സർവീസിലുള്ളത്. മറ്റൊരു ഉദ്യോഗസ്ഥനായ മുരാരി ബാബുവിനെതിരെ നേരത്തെ നടപടിയെടുത്തിരുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ കൂടുതൽ നടപടിയുണ്ടാകുമെന്നും അന്തിമ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഉചിതമായ തീരുമാനമെടുക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചിരുന്നു. പാലക്കാട് കല്ലേടിക്കോടിൽ 2 യുവാക്കൾ വെടിയേറ്റ് മരിച്ചതിൽ ദുരൂഹത. ഇരുവരും തമ്മിൽ പരിചയക്കാരാണെന്നും നിതിനെ വെടിവെച്ചതിനു ശേഷം ബിനു ജീവനൊടുക്കിയതാകാമെന്നാണ് നിഗമനമെന്നും സംഭവ സ്ഥലത്തെത്തിയ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പറഞ്ഞു. മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന് 2 മണിക്കൂർ മുമ്പ് വരെ ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്നുവെന്നും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂവെന്നും പോലീസ് പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. 2 കോടി രൂപയാണ് ഇപ്പോൾ അനുവദിക്കുകയെന്നും 67,000 പേർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അംശാദായവും സർക്കാർ വിഹിതവും ചേർത്താണ് തുക. ഒരു തവണയെങ്കിലും തുക അടച്ചവർക്ക് 1000 രൂപ ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് ചികിത്സാ സഹായത്തിന് 1.5 കോടി ചെലവിൽ പുതിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. നെന്മാറയിൽ സജിതയെ വെട്ടിക്കൊന്ന കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. മുഖത്ത് ഭാവഭേദങ്ങളുമില്ലാതെയാണ് ചെന്താമര വിധി കേട്ടത്. തനിക്ക് ഒന്നും പറയാനില്ലെന്നും ചെന്താമര കോടതിയിൽ പറഞ്ഞു. പാലക്കാട് ജില്ലാ അഡീഷണൽ കോടതിയാണ് വിധി പറഞ്ഞത്. 2019 ചെന്താമര സജിതയെ കൊലപ്പെടുത്തുന്നത്. ഇരുവരും കൂടോത്രം നടത്തിയതാണ് ഭാര്യ തന്നിൽ നിന്ന് അകലാൻ കാരണമെന്നും ഇയാൾ വിശ്വസിക്കുന്നു. ഇതാണ് സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയത്. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാജ് ചൗധരിയും വിജയ് കുമാർ സിൻഹയും യഥാക്രമം താരാപൂരിലും ലഖീസാരായിലും സീറ്റിലും മത്സരിക്കും. 71 സ്ഥാനാർത്ഥികൾ ഉൾപ്പെടുന്ന പട്ടികയാണ് പാർട്ടി പുറത്തിറക്കിയത്. കൂടാതെ RJD സ്ഥാപകൻ ലാലു പ്രസാദ് യാദവിന്റെ വിശ്വസ്തനായിരുന്ന മുൻ കേന്ദ്രമന്ത്രി രാം കൃപാൽ യാദവിനും ധനാപൂരിൽ സീറ്റ് നൽകിയിട്ടുണ്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ നിയമസഭാ സ്പീക്കർ നന്ദ് കിഷോർ യാദവിന്റെ പേരില്ല എന്നതും ശ്രദ്ധേയമാണ്. പ്രൊഫസർ GS സായിബാബ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് വിദ്യാർത്ഥികളെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവാദ മാവോയിസ്റ്റ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ജയിൽവാസം അനുഭവിച്ച മനുഷ്യാവകാശ പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ GN സായിബാബയെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായി ക്യാമ്പസിൽ ഒത്തുചേർന്ന വിദ്യാർത്ഥികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ ഒത്തുകൂടി സായിബാബയുടെ പോസ്റ്ററുകൾ പിടിച്ച് മെഴുകുതിരികൾ കത്തിച്ചു. തുടർന്നായിരുന്നു പോലീസിന്റെ നടപടി. വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പര തൂത്തുവാരി ഇന്ത്യ. 2ാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ 7 വിക്കറ്റ് വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. 121 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ അവസാന ദിനമായ ഇന്നലെ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. 1 വിക്കറ്റ് നഷ്ടത്തിൽ 63 റൺസ് എന്ന നിലയിലാണ് ഇന്നലെ ഇന്ത്യ ബാറ്റിംഗ് തുടങ്ങിയത്. 9 വിക്കറ്റ് കയ്യിലിരിക്കെ 58 റൺസ് കൂടി മതിയായിരുന്നു ജയത്തിലേക്ക്. സ്കോർ 88-ൽ നിൽക്കെ സായി സുദർശനെ റോസ്റ്റൺ ചേസിന്റെ പന്തിൽ ഷായി ഹോപ്പ് സ്ലീപ്പിൽ തകർപ്പൻ ക്യാച്ചിലൂടെ മടക്കി. തെക്കൻ വെനസ്വേലയിലെ എൽ കാലാവോ പട്ടണത്തിൽ സ്വർണ്ണക്കനി തകർന്ന് വൻ ദുരന്തം. കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 14 പേർ മരിച്ചതായി പ്രാഥമിക റിപ്പോർട്ട്. റോഷിയോയിലെ എൽ കാലാവോയിലാണ് അപകടം നടന്നത്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി സൈറ്റിന് സമീപം ഒരു കമാൻഡ് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.